അമേരിക്കൻ കുത്തകൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇവിടെ കേരളത്തിലും ഇന്ത്യയിലുമുള്ള ഹോസ്പിറ്റലുകളിൽ മൊത്തമായി ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ പല ഭാഗത്തുനിന്ന് ആൾക്കാർ പറയുന്നത് കേട്ടു. നമ്മുടെ കേരളം അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡിലുള്ള എല്ലാ മെഡിക്കൽ സെക്ടറിനും ഒരു മാതൃകയാണ്. അതൊക്കെ കണ്ടിട്ട് ആകൃഷ്ടരായിട്ട് അവരിവിടെ വന്നിട്ട് അവരുടെ സ്നേഹം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. പിന്നെ കേരളം എന്ന് പറഞ്ഞാൽ ഒരു മെഡിക്കൽ ടൂറിസത്തിൻ്റെ ഒരു ഹബ്ബായി മാറുകയാണ്, മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെ പറയുന്നത് കേട്ടു. പക്ഷേ ഞാൻ അന്നേരം പറഞ്ഞ അതേ കൺസേൺ തന്നെ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം വിത്ത് എവിഡൻസ്. അതായത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ആരൊക്കെയാണ്? ഇതാണ് മെയിൻ ക്വസ്റ്റ്യൻ. ഇവിടെ വന്നിരിക്കുന്ന മെയിൻ പോയിന്റ് ഓഫ് തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഫേമുകളെല്ലാം ഇക്വിറ്റി ഫേംസ് ആണ്. അല്ലെങ്കിൽ വേറൊരു പച്ച മലയാളത്തിൽ പറയാന്ന് വെച്ചാൽ കൊള്ള പലിശക്കാരാണ്. ഇവർ ലോകത്തുള്ള അതിസമ്പന്നരിൽ നിന്ന് വലിയ ഫണ്ടുകൾ സ്വീകരിച്ച് അതിനെ ഡബിൾ ആക്കി കൊടുക്കുന്ന ആൾക്കാരാണ്. അല്ലാതെ ഹെൽത്ത് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊന്നല്ല. ഇതിനെപ്പറ്റി പഠിച്ച ആൾക്കാർക്കറിയാം. അല്ലാതെ ശുദ്ധ മനസ്കരാണ് ഈ പറയുന്നത്. കേരളത്തിന്റെ ഭംഗിയും ഹരിതാപയും കണ്ടിട്ട് നല്ല മനസ്സുകൊണ്ട് വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ശുദ്ധ മണ്ടത്തരമാണത്, ശുദ്ധ മണ്ടത്തരം. ബിക്കോസ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫേംസിനെ പറ്റി പഠിച്ചാൽ മതി നിങ്ങൾ. ബ്ലാക്ക് സ്റ്റോൺ, ബ്ലാക്ക് റോക്ക്, വാൻഗാർഡ്, കോൾബർഗ്, റോബർട്ട്സ്, റോത്ത്ഷീൽഡ്സ്, ഇവരുടെ ഒക്കെ ലിങ്ക്ഡ് ആയിട്ടുള്ള കമ്പനീസ് ആണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഈ കമ്പനീസ് ഒക്കെ ചരിത്രാതീത കാലം മുതൽക്ക് 10, 100, 150 കൊല്ലത്തോളമായിട്ട് വെറും ഇക്വിറ്റിയിൽ അല്ലെങ്കിൽ ആൾക്കാരുടെ അടുത്ത് ഫണ്ട് സ്വീകരിച്ച് അസറ്റ് മാനേജ് ചെയ്യുന്ന ശുദ്ധ കോർപ്പറേറ്റ്സ് ആണ്. ഇവർക്ക് മെഡിക്കൽ ഫീൽഡുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. അപ്പോൾ ഇവർ ചെയ്യാൻ പോകുന്നത്, ഇവരിനിപ്പം കേരളത്തിൽ എസ്പെഷ്യലി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻഷുറൻസ് ലൂപ്പിംഗ് ആണ്. ലൂപ്പായിട്ട് പ്രവർത്തിക്കാൻ പോവുകയാണ്. ഓൾറെഡി ഇവർ കുറച്ച് മുന്നേ തന്നെ ഇവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് സെക്ടറായ നമ്മുടെ ഇൻഷുറൻസിൽ, അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിൽ, അതുപോലെ തന്നെ റീറ്റെയിൽ ആയിട്ടുള്ള ഹെൽത്ത് ക്ലിനിക്കുകളിൽ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓൾറെഡി ഇവർ അതിൻ്റെ പ്ലോട്ട് മൊത്തം സ്കെച്ച് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സിമ്പിളായിട്ട് മനസ്സിലാകണമെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ എനിക്ക് ഒരു ചെറിയൊരു സർജറി വേണം, ഒരു മൈനർ സർജറി വേണം. ലൈക്ക് അതൊരു കിഡ്നി സ്റ്റോണിൻ്റെയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ പിന്നെ അപ്പൻഡിക്സിൻ്റെയോ വാട്ടെവർ ഒരു ചെറിയൊരു സർജറി. നോർമലി അതിന് ഒരു 50,000 മുതൽ 1 lakh വരെ ചാർജ് ചെയ്യും, ഡിപ്പെൻസ് ഓൺ ദ ഹോസ്പിറ്റൽ ആൻഡ് ദ സർജൻസ്. ഓക്കെ, അങ്ങനെ വരുന്നൊരു സർജറിയാണ്. അപ്പോൾ ഞാൻ അതിബുദ്ധിമാനായ അല്ലെങ്കിൽ പ്രബുദ്ധരായ മലയാളിയുടെ കയ്യിൽ ഇൻഷുറൻസ് ഉണ്ട്. ഇൻഷുറൻസ് എടുത്തു വെച്ചിട്ടുള്ള ആളാന്ന് കൂട്ടിക്കോ. ഓക്കെ, ഇൻഷുറൻസ് ഇല്ലാത്ത ആൾക്ക് നോർമലായിട്ട് എവിടെയും പോകും, അവരാണ് നന്നാവുക തോന്നുന്നു. ഇനിയിപ്പോൾ ഇൻഷുറൻസ് ഉള്ള ആളുടെ കാര്യം പറയുന്നത്. ഇൻഷുറൻസ് എടുത്തു വെച്ചിട്ടുണ്ട്, വലിയൊരു ഇൻഷുറൻസ് എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഇൻഷുറൻസ് XYZ കമ്പനിയുടേതാണ്. പോളിസി ബസാറിന് കമ്പയർ ഒക്കെ ചെയ്ത് മാക്സ് ലൈഫോ അതോ ഇതോ എന്തോ ആദ്യത്തെ പേരിൽ ഏതൊക്കെ ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു ഇൻഷുറൻസ് അവരുടെ കയ്യിലുണ്ട്. മെഡിക്കൽ ഇൻഷുറൻസ് തന്നെ ഉണ്ട്. ഓക്കെ, ഈ ഇൻഷുറൻസ് ഇവർ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ പേര് XYZ, അല്ലെങ്കിൽ ബേബിയോ മിംസോ ആസ്റ്ററോ പിന്നെ കിംസോ ഒരു ഹോസ്പിറ്റലിൽ പോകുന്നു. അപ്പോൾ ഹോസ്പിറ്റലിലുള്ള മാനേജ്മെൻറ്റ് ഈ കേസ് വന്നു കഴിഞ്ഞാൽ, ഡോക്ടർ ഇങ്ങനെ ഒരു കേസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് മാനേജ്മെൻറ്റ് സജഷൻ നോക്കും, ഏതാ ഇൻഷുറൻസ്, ഏത് ക്വാളിറ്റി, ഏത് ടയറിൽ വരുന്ന ഇൻഷുറൻസ്, പ്രീമിയം ഇൻഷുറൻസ് ആണോ നോർമൽ ഇൻഷുറൻസ് ആണോ, അവർ സ്റ്റഡി ചെയ്യും. എന്നിട്ട് നിങ്ങളുടെ പ്രൊസീജിയർ, നിങ്ങളുടെ രോഗത്തിന് അല്ലെങ്കിൽ ആ സർജറിക്ക് ആവശ്യമായ എന്താണോ പ്രൊസീജിയർ ഇതിൽ കവേർഡ് ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്തു തരില്ല. നിങ്ങൾക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് ആ സംഭവമായിട്ട് വേണ്ടാത്ത അതുകൊണ്ടാണ് അതായത് മെഡിക്കലി എത്തിക്സിനെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ടാണ് ഇപ്പോൾ ഇന്നലെയോ കഴിഞ്ഞ 2 ദിവസം മുന്നേ IMAയുടെ ഡോക്ടേഴ്സിൻ്റെ അസോസിയേഷൻ തന്നെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞത് കണ്ടില്ലേ, ഞങ്ങൾ